ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് 2 തരം സലാഡിന്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഓരോ ഇൻഗ്രീഡിയൻസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം കുക്കുംബറാണ് ഉപയോഗിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള കുക്കുംബറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കുംബർ വളരെ മൂപ്പ് കുറഞ്ഞ കുക്കുംബർ, കുരുവൊന്നും മൂക്കാത്ത കുക്കുംബർ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക, ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ. ഞാനിവിടെ തൊലിയൊന്നും കളയാതെ ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം വളരെ മൂപ്പ് കുറഞ്ഞ കുക്കുംബറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഞാനിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു 2 പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് വിളഞ്ഞ പച്ചമാങ്ങ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതായത് നമ്മൾ ചെനച്ച പച്ചമാങ്ങ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു യെല്ലോ കളറിലായിട്ടുള്ളത്, ഈ ഒരു രീതിയിൽ വേണം മുറിച്ചെടുക്കാനേ. എന്നിട്ട് നമുക്ക് ഇതും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞ മാങ്ങ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ ഈ സലാഡ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അടുത്തതായി ഞാനിവിടെ ഒരു 4 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആവും. കുരുമുളക് പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടിയാണെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് ഈ സലാഡിലോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഇത് 2 ബൗളിലോട്ടായിട്ട് ഈ ഒരു രീതിയിൽ ഞാനിതിനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് 2 ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു ബൗളിലോട്ട് ഞാനിവിടെ ആപ്പിൾ സിഡർ വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുകൂടി ആഡ് ചെയ്ത് നമ്മൾ സലാഡ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം ഉപ്പെല്ലാം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ കറക്റ്റാണ് കേട്ടോ, ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബൗളിൽ എടുത്ത് വെച്ച് അതിലോട്ട് ഞാനിവിടെ യോഗട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്. 2 രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് രണ്ടും 2 ഫ്ലേവറിലായി മാറി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ്. നമുക്ക് ബിരിയാണിയുടെ കൂടെയാകട്ടെ ഏത് തരം ഫുഡിൻ്റെ കൂടെയാകട്ടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു സിമ്പിൾ സലാഡാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള സലാഡുകൾ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.